ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കുബൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 1 കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇളം ചൂട് വെള്ളത്തിലും ഈസ്റ്റ് പുളിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുബൂസിന് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പുളിക്കാൻ വെച്ച ഈസ്റ്റ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അത്രയും ഹാർഡായി പോകരുത്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കുറച്ച് ഓയിൽ തടവി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഹാർഡാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം ചൂടുവെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് പാലിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയത്. നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ ഈ കുബൂസിനുള്ള മാവൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല പോലെ പുളിച്ചിതേ പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ മാവ് കിട്ടാൻ. ഇപ്പം നല്ല സോഫ്റ്റാണ് ഈ മാവ്. ഇനി നമുക്കിത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടേബിളിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ നേരെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കുബൂസിന് വേണ്ട ഓരോ ബോൾസ് ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടി ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പരത്ത് പലകയിലേക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ടൊന്ന് കുറച്ചിങ്ങനെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് നല്ലപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന അത്രയും കട്ടി കുറച്ച് പരത്തരുത്. നമ്മുടെ കുബൂസ് കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു കൊമളകൾ വരുമ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു കൊമളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുബൂസ് ചുട്ടെടുക്കുമ്പോൾ നല്ല പോലെ പൊങ്ങി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുബൂസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല പോലെ നമ്മുടെ കുബൂസ് പൊങ്ങി വരുന്നുണ്ട്. ഈ പൊങ്ങി വരുമ്പോൾ ചട്ടകം കൊണ്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫുള്ളായിട്ട് ഇത് നല്ല പോലെ പൊങ്ങി വരും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുബൂസ് ചുട്ടെടുക്കാൻ. ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ കുബൂസ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുബൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.